തീ പോലും കത്തിക്കാതെ വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അവിലിതാ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഇതിലേക്ക് കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈന്തപ്പഴം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അപ്പോൾ അത് നമ്മൾ എത്രയാണോ അവിലെടുക്കുന്നത് അതിൻ്റെ ആ ഒരു മധുരത്തിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ നമ്മളിതിലേക്ക് മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിൽ മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കൂടുതലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്ന് പൾസ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നിച്ചങ്ങ് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആയി വന്നാൽ മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലൊന്നും ആവണ്ട. ചെറിയൊരു ഇതുപോലെ ചെറുതായിട്ട് ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ചെറിയൊരു പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പൾസ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ അങ്ങ് പൾസ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കേട് വരാതെ വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം കേട്ടോ. തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ഇത് തേങ്ങ ഇല്ലാതെ വെറുതെ അങ്ങനെ ഈ ഒരു ഈന്തപ്പഴവും അതുപോലെ അവിലും നട്ട്സ് മാത്രം ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാലും കേടൊന്നും ആവില്ല. തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് അന്ന് കഴിക്കാനുള്ളത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്കിത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമുക്കിതാ ഒന്നും ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ചേർക്കാതെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. അതിൽ നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഷേപ്പാക്കേണ്ടത് അങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഇനിയിപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എണ്ണയിലൊന്നും പൊരിക്കാതെ തന്നെ നല്ല ടേസ്റ്റിലുള്ള ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.